ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു. ഞാൻ UK സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ ട്രിപ്പ് ഞാൻ പോണത്. ഒരുപാട് എക്സ്പെക്റ്റേഷൻസും കുറേ ഡ്രീമൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ വരുമ്പോൾ അതിലപ്പുറമായിരുന്നു ദുബായ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രവാസികൾ നമുക്ക് മലയാളീസ് കൂട്ടുകാരന്മാരും നമ്മുടെ ചേട്ടന്മാരും അനിയന്മാരെല്ലാവരും അവിടെ പണിയെടുക്കുന്നുണ്ട്. അവർ ഈ പറയണ കേട്ട ദുബായ് ആയിരുന്നില്ല എനിക്ക് പോയപ്പോൾ. ഞാൻ ആസ് എ ട്രാവലർ എനിക്ക് പോകുമ്പോൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാണ്ട് കാണാനുണ്ട്. അവിടെയുള്ള പലർക്കും അതൊന്നും കാണാൻ പറ്റാറില്ല. സ്വന്തം വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ നോക്കാൻ വേണ്ടി അധോരാത്രം പണിയെടുക്കണ ഒരുപാട് പേരെ നമുക്ക് അവിടെ അറിയാം. ഞാനവിടെ ചെല്ലുമ്പോൾ കണ്ണിറയെ കെട്ടിടങ്ങൾ, കൺകുളിർക്കെ കാണാൻ പറ്റണ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ. ലോകത്തിലെ ഏറ്റവും കുറേ അത്ഭുതങ്ങൾ അവിടെ തന്നെ ഉണ്ട്. ബുർജ് ഖലീഫ, ദുബായ് മാള്, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മാളാണ് ദുബായ് മാള്. വലിയ ഏറ്റവും വലിയ ഫ്രെയിം അവിടെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടം, ഗാർഡൻ വന്നത് അവിടെയാണ്. ഇതെല്ലാം അവിടെ ഉണ്ട്. ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം അവിടെയാണ്. അങ്ങനെ ഒരുപാടുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക്. പിന്നെ ദുബായ് പോണ എപ്പോഴേലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ഒരു ഡെസേർട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട് നമുക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ നാട്ടിൽ പോയൊരു ഫീലായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഏത് കടയിൽ ചെന്നാലും മലയാളി, എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ മലയാളി, ഇന്ത്യക്കാർ. അവിടുത്തെ ദേശീയ ഭാഷ ഹിന്ദിയാന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. എല്ലാവരും ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷൊക്കെ കുറവായിരുന്നു. പിന്നെ എവിടെ കണ്ടാലും നമുക്ക് മലയാളീസിനെ കാണാൻ പറ്റുമായിരുന്നു. സ്വന്തം നാട്ടിൽ പോയൊരു ഫീൽ. അങ്ങനെയായി ഇപ്പോൾ ദുബായ്. എല്ലാവരും ഉണ്ട് ദുബായിൽ. പിന്നെ ഞാൻ വന്നപ്പോൾ വിസയ്ക്ക് വെച്ചപ്പോൾ 3 മാസത്തെ വിസ എനിക്ക് കിട്ടിയത്. നാട്ടിലെ 7,000 രൂപയുടെ അടുത്തായുള്ളൂ. പിന്നെ ഇവിടെ വരുമ്പോൾ ചൂടുണ്ടാവും, നല്ലൊരു ചൂടുണ്ടാവും. അത് നിങ്ങൾ ഒരു ഡിസംബർ സമയങ്ങളിലൊക്കെ, ജനുവരി ഡിസംബറിൽ വരാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ വന്ന് പെട്ടുപോയി. ഏപ്രിൽ മെയിലായിരുന്നു എനിക്കിവിടെ വെക്കേഷൻ സമയം. അപ്പോഴായിരുന്നു, ആ സമയത്താണ് ഞാൻ അങ്ങോട്ട് ട്രാവൽ ചെയ്തത്. എന്നാലും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കണം, ഇത് കണ്ടിരിക്കണം. വെറുതെ പറയുന്നതല്ല, മലയാളികൾ ഉണ്ടാക്കിയ ദുബായ്, അവരുടെ ദുബായ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.